ശ്രീ ഡോക്ടർ മാർട്ടിൻ പാട്രിക്, ഇപ്പോൾ ഞായറാഴ്ചയാണ്, അവധി ദിനമാണ്. പക്ഷേ ഓഹരി വിപണികളൊക്കെ ഇന്ന് ബജറ്റിന്റെ സാഹചര്യത്തിൽ ഓപ്പൺ ചെയ്യുകയാണ്. അപൂർവതയാണ് ഞായറാഴ്ച ബജറ്റ് വരുന്നത്. അത്തരം കൗതുകങ്ങൾക്കപ്പുറത്ത് നമുക്ക് ആദ്യം കേരളത്തിലെ ആംഗിളിലേക്ക് വരാമെന്ന് തോന്നുന്നു. കേരളം എന്ത് പ്രതീക്ഷിക്കണം? കാരണം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം കടക്കുകയാണ്. സാധാരണ രാജ്യത്തിൻ്റെ ആകെ ബജറ്റ് എന്ന നിലയിൽ നമ്മൾ പറയുമെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് തൊട്ട് മുൻപ് അതത് സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്ന പ്രത്യേക പദ്ധതികളും പാക്കേജുകളും പ്രഖ്യാപിക്കുന്ന രീതി കേന്ദ്ര ബജറ്റിന് കുറച്ചു കാലമായി ഉണ്ട്. കേരളത്തിന്റെ ആംഗിൾ നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം? അതിവേഗ റെയിൽ ഉൾപ്പെടെ പ്രഖ്യാപനങ്ങൾ അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, വാരിക്കോരി കൊടുക്കുന്ന ഒരു രീതി വർഷങ്ങളായിട്ട് കാണുന്നതാണ്. പ്രത്യേകിച്ച് ഇലക്ഷൻ എടുത്തു വരുമ്പോൾ ആ ഇലക്ഷൻ നടക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പാക്കേജുകൾ കൊടുക്കാറുണ്ട്. ഇപ്രാവശ്യം അത് ഉണ്ടാകും. പക്ഷെ കേരളത്തിന് അത് എത്രമാത്രം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ കണക്കാക്കുന്നത് പശ്ചിമ ബംഗാളിനും മറ്റു സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്നത് പോലെ തന്നെ കേരളത്തിന് ഉണ്ടാവില്ല എന്നാണ് കണക്കാക്കുന്നത്. എന്നാലും ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. പ്രധാനമായിട്ടും തിരുവനന്തപുരം, കാസർഗോഡ്, പാലക്കാട് ജില്ലകൾ BJPക്ക് കൂടുതൽ സ്വാധീനമുള്ള മേഖലകൾ തെരഞ്ഞെടുത്ത് അവിടേക്ക് ഗുണം കിട്ടുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഒന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ജനറൽ ആയിട്ടുള്ള ചില സാധ്യതകൾ തള്ളിക്കളയുന്നില്ല. പ്രത്യേകിച്ച് ഈ ധാതുസമ്പത്തുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോറിഡോർ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഡിഫൻസ് സെക്ടറിന്റെ അലോക്കേഷനിൽ നിന്നിട്ട് ചിലപ്പോൾ ഒരു ഇടനാഴിക്കുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു എയിംസിന്റെ കാര്യത്തിൽ കൃത്യമായിട്ട് തീർത്ത് പറയാൻ പറ്റില്ലെങ്കിലും അതും ഒരു പരാമർശം ചിലപ്പോൾ വന്നേക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു 21,000 കോടി രൂപയുടെ പാക്കേജിൽ എത്ര കണ്ട് കിട്ടുമെന്നുള്ളതാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം 24,000 കോടി രൂപയുടെ പാക്കേജ് ആയിരുന്നു. അതിലൊന്നും തന്നെ കിട്ടിയിട്ടില്ല, കാര്യമായിട്ട് കിട്ടിയിട്ടില്ല. അതിന്റെ ഒരു പ്രതിഫലനം തന്നെ ആയിരിക്കും ഇപ്രാവശ്യം ഉണ്ടാകുന്നത്. ചിലപ്പോഴേ ചിലതൊക്കെ തന്നിരിക്കും. പ്രധാനമായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രോജക്റ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് എഡ്ജുള്ള പ്രദേശങ്ങൾ തെരഞ്ഞെടുത്തിട്ട് തന്നെയായിരിക്കും. അത് വെസ്റ്റ് ബംഗാളിലും ആ ഒരു സമീപനത്തിനാണ് കൂടുതൽ സാധ്യതയുള്ളത്. അതുകൊണ്ട് കേരളത്തിന് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ നിന്നും മെച്ചപ്പെട്ടിട്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ കേരളം ആശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പൊതു മാധ്യമങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ഉയർന്ന പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് ആസ്ഥാനത്താവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ മാർട്ടിൻ പാട്രിക്, നേരത്തെ കേരളത്തിന്റെ ആംഗിളിൽ അങ്ങ് സംസാരിക്കുകയായിരുന്നു. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പതിവ് പോലെ തിരഞ്ഞെടുപ്പ് വരുന്ന സംസ്ഥാനങ്ങളിൽ പ്രഖ്യാപനം ഉണ്ടായിരിക്കും. പക്ഷേ കേരളത്തിൽ എത്രത്തോളം എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുമുണ്ട്. ഇനി രാജ്യത്തിന്റെ ആകെ വളർച്ചയുടെ ഒരു സ്വഭാവം നോക്കുകയാണെങ്കിൽ ഏതരത്തിലുള്ളൊരു സമീപനമായിരിക്കും ബജറ്റിന്റെ ഭാഗമായി ധനമന്ത്രി ഈ ബജറ്റിൽ പുലർത്താൻ പോകുന്നത് എന്നാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്? നികുതി ഘടനയിൽ മാറ്റത്തിന് സാധ്യത കുറവല്ലേ? അതെ, അത് വളരെ ശരിയാണ്. നികുതി ഘടനയിൽ കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാവില്ല. കാരണം ഇൻകം ടാക്സിന്റെ കാര്യത്തിലും GSTയുടെ കാര്യത്തിലും റാഷണലൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ടിട്ട് ഇനി നമുക്ക് ഇൻകം ടാക്സ് പരമാവധി വന്നാൽ ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിൽ ഒരല്പ ഇളവ് കൊടുക്കാം. അത് കാരണം ഈ 5 സ്റ്റേറ്റുകളിലെ ഇലക്ഷൻ നിൽക്കുന്നത് കൊണ്ടിട്ട് വളരെ ചെറിയ സാധ്യതയാണ് അതിന് പോലും ഉള്ളത്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിനകത്ത് ചിലപ്പം ഒരു വിചിന്തനം ഉണ്ടായേക്കാം. കാരണം പ്രധാനമായിട്ടും നമ്മളുടെ വിദേശ നിക്ഷേപം ഒരുപാട് പുറത്തോട്ട് തിരിച്ചൊഴുകി പോകുന്നതിനാൽ അത് പിടിച്ചു നിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ചില നടപടികൾ സ്വീകരിക്കാം. അതിലൊന്നാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിൽ പിന്നീട് ഇളവ് പ്രഖ്യാപിച്ചുകൊണ്ട് നിക്ഷേപങ്ങൾ നിലനിർത്താനായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് നമ്മുടെ രൂപ അന്താരാഷ്ട്ര രംഗത്ത് വളരെയധികം വില ഇടിയുകയാണ്. അപ്പൊ രൂപയുടെ മൂല്യം ഇടിയുന്നത് കൊണ്ടിട്ടും അതിന്റെ മൂല്യം നിലനിർത്തേണ്ടതുള്ളത് കൊണ്ടും നമ്മളുടെ വിദേശ നിക്ഷേപം കുറച്ചധികം പോകാതിരിക്കുന്നതിനും വേണ്ടിയിട്ട് അത്തരം ചില ചിന്തകൾ ഇതിനകത്ത് കടന്നു വന്നേക്കാം. പ്രധാനമായിട്ടും ഈ സാധാരണ രീതിയിൽ എന്ന പോലെ തന്നെ വളർച്ചയെ പിന്നീട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന ചിന്തയായിരിക്കും ഉള്ളത്. കാരണം 2047 ഡെവലപ്ഡ് കൺട്രി ആക്കുക, ഒരു വികസിത ഭാരതത്തിലേക്ക് എത്തുക എന്ന പ്രധാന ലക്ഷ്യമാണല്ലോ ഗവൺമെന്റ് എപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് വളർച്ചയ്ക്ക് തന്നെ ഊന്നൽ കൊടുക്കും. പക്ഷെ ഒരു സങ്കീർണമായ സാഹചര്യമുള്ളത് പിന്നീട് ധനകമ്മി വളരെ നമുക്ക് കൂടിയിരിക്കുകയാണ്. ധനകമ്മി ഒരു തരത്തിലും പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ പോവുകയാണ്.
അപ്പൊ ക്യാപെക്സ്, അതായത് സർക്കാരിന്റെ മൂലധന ചെലവ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പിന്നീട് മൂലധന കമ്മി കൂടും. അപ്പൊ അങ്ങനെ ധനകമ്മി കൂടുന്നത് തീർച്ചയായിട്ടും അത്ര നല്ലതായ ഒരു കാര്യമല്ല. അതുകൊണ്ടിട്ട് ഒരു സങ്കീർണമായ സാഹചര്യമാണ്. സാധാരണ ചില പൊടിക്കൈകളൊക്കെ പ്രയോഗിച്ചിട്ട് വളർച്ചയെ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ഉണ്ടാകും. അതിൽ ഒന്നെന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമുകൾ മാനുഫാക്ചറിങ് സെക്ടറിൽ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കൂടുതൽ ഇൻഡസ്ട്രിയൽ കോറിഡോറുകൾ പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇനിയിപ്പോൾ ഒരു ഊന്നൽ കൊടുക്കാനുള്ള ഒരു സാധ്യത മാനുഫാക്ചറിങ് സെക്ടറിനാണ്. മാനുഫാക്ചറിങ് സെക്ടറിലെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾക്കായിരിക്കും കൂടുതൽ ഊന്നൽ കൊടുക്കുക. കാരണം പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോഴും കൂടുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. സർക്കാരിന് ആ പരാതിയുണ്ട്. പല കോർപ്പറേറ്റ് രംഗത്തുള്ള ആളുകളെയും വിളിച്ചിട്ടുള്ള മീറ്റിങ്ങുകളിൽ ധനമന്ത്രി തുറന്നു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കൂടുതൽ ക്യാഷ് ബാലൻസസ് കയ്യിൽ വയ്ക്കാതെ തിരിച്ച് നിക്ഷേപിക്കുന്നതിന് അനുകൂലമായ സാഹചര്യം ഇന്നുണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും പ്രഖ്യാപനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പൊതുവിൽ വളർച്ചയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനമായിരിക്കും ബജറ്റിന്റെ ഭാഗം. അത്തരമൊരു ബജറ്റ് സമീപനമായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ധനമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകുക എന്നതാണ് പൊതുവിലയിരുന്നത്. നന്ദി ശ്രീ ഡോക്ടർ മാർട്ടിൻ പാട്രിക്.